നമസ്കാരം. പ്രധാന വാർത്തകൾ. മോഹൻ ബഗാനെ വീഴ്ത്തി ISL കിരീടം മുംബൈ സിറ്റിക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മുംബൈ സിറ്റി FC-ക്ക്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ മോഹൻ ബഗാനെ വീഴ്ത്തിയാണ് മുംബൈ സിറ്റി ISL കിരീടത്തിൽ മുത്തമിട്ടത്. 1-3 ഗോളുകൾക്കാണ് മുംബൈയുടെ വിജയം. മുംബൈ സിറ്റിയുടെ രണ്ടാം ISL കിരീടമാണിത്. വീട് പൊളിക്കുന്നതിനിടെ കോൺക്രീറ്റ് ബീം വീണു. തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് സംഭവം. ബീഹാർ സ്വദേശി ജിതന്ദറാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ രമേശ് റാവു, ഷിജിൻനാഥ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. കാക്കാംതോട് പുതുപ്പറമ്പിൽ PC ജെയിംസിന്റെ വീട് പൊളിച്ചു നീക്കുന്നതിനിടെ കോൺക്രീറ്റ് ബീം തൊഴിലാളികളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടമറിഞ്ഞെത്തിയ ചങ്ങനാശ്ശേരി പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ബീം ഉയർത്തി തൊഴിലാളികളെ പുറത്തെടുക്കുകയായിരുന്നു. ജിതന്ദർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-ക്കുമടക്കം 5 പേർക്കെതിരെ കേസ്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മേയർ ഡ്രൈവർ തർക്കത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവം പരിശോധിച്ച് നടപടിയെടുക്കാൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന് തിരുവനന്തപുരം JFMC കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് കേസെടുത്തത്. മേയറും MLA-യും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, പൊതുജനശല്യം, അന്യായമായ തടസ്സപ്പെടുത്തൽ തുടങ്ങി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. എയർ കൂളറിൽ നിന്ന് ഷോക്കേറ്റ് 2 വയസ്സുകാരന് ദാരുണാന്ത്യം. പാലക്കാട് വടക്കംചേരി കണക്കൻ തുരുത്തിയിൽ 2 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. എയർ കൂളറിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. തൃശൂർ എളനാട് മുളക്കാട് കോലത്ത് വീട്ടിൽ എൽദോസിന്റെ മകൻ ഏതനാണ് മരിച്ചത്. കുഞ്ഞിന്റെ അമ്മ ആശ്ലിയുടെ വടക്കഞ്ചേരി കണക്കത്തുരുത്തിലെ വീട്ടിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. അമ്മ വീട്ടിൽ വിരുന്നിന് വന്ന ഏതൻ കൂളറിന്റെ വയറിൽ പിടിച്ചപ്പോൾ അബദ്ധത്തിൽ ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. പീഡനക്കേസ് HD രേവണ്ണ പോലീസ് കസ്റ്റഡിയിൽ. ലൈംഗിക പീഡന കേസിൽ കർണാടക JDS MLA HD രേവണ്ണ കസ്റ്റഡിയിൽ. HD ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് രേവണ്ണയെ കസ്റ്റഡിയിലെടുത്തത്. ലൈംഗികാതിക്രമത്തിനിരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ രേവണ്ണ ഒളിവിൽ പോവുകയായിരുന്നു. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് രേവണ്ണയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ദേവഗൌഡയുടെ പത്മനാഭ നഗറിലെ വസതിയിൽ നിന്നാണ് രേവണ്ണ പോലീസിന്റെ പിടിയിലാകുന്നത്.